വാർത്തയിലേക്ക് വിശദമായി. കർണാടകയിലെ അങ്കോലയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുന്നു. അർജുനടക്കം 3 പേർക്കായാണ് തെരച്ചിൽ. സംഭവസ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് അർജുന്റെ ഭാര്യ ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു. രാവിലെ ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിങ് കിട്ടി ഞങ്ങൾക്ക്. രാവിലെ ഏട്ടന് ഫുള്ള് റിങ് അടിച്ചു. പക്ഷെ ആരും എടുത്തില്ല. അവിടുന്ന് പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ വണ്ടി. സർക്കാരുകൾ സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്. മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റാണോ? നാഷണൽ ഹൈവേ ആണ്. കുറച്ച് ഉൾഭാഗമാണ്. എഫ്ഐആർ അവർ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്താണ് അവര് പറയുന്നത്? PWD ആണ്. അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഓഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്. അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംഭവത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്നു പേരായിട്ടുള്ളൊരു കോഴിക്കോട് സ്വദേശി, അദ്ദേഹത്തിൻ്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അത് നടത്താൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അടുത്തൊരു റിവറുണ്ട്, ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ, ബന്ധുക്കളുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം. ഇവിടുന്ന് CM വിളിച്ചനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു. കളക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു. ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. തിരച്ചിൽ എന്തായാലും അവർ ഊർജ്ജപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത്. എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പോർഷനാണ്. ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോഴാണ്, രണ്ടാമത്തെ പോർഷനാണിത്. അത് കേരളത്തിൻ്റെ നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ. നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നത് ഇങ്ങോട്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞു. വിവരങ്ങളുമായി കർണാടകയിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, കേരളത്തിന്റെ ഇടപെടലിന് ശേഷമാണ് ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണോ? ഇരുട്ട് പരന്നിരിക്കുന്ന സമയമാണ്. രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാനാണോ നീക്കം?
രേണുക, ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ അങ്കോലയിലുള്ളത്. ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ പേരെയും ഈ പ്രദേശത്ത് നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കാരണം പ്രധാനമായും ഇവർ പറയുന്നത് മണ്ണിടിച്ചിൽ രാത്രി ആയാൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാറണമെന്നൊരു അഭ്യർത്ഥനയെ തുടർന്നാണ് എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് മാറിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ ഈ രക്ഷാപ്രവർത്തനം തുടരുമെന്നൊരു സൂചന ഇവർ നൽകുന്നുണ്ട്. കാരണം 9 മണിവരെ തുടരുമെന്നായിരുന്നു പറഞ്ഞെങ്കിൽ ഇപ്പോൾ പുലരുന്നവരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടരാനാണ് ഒരു ആലോചന. അതായത് ഇതിനുവേണ്ടി ലൈറ്റുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കളെയും അതുപോലെ തന്നെ ലോറി ഉടമയായ ഇവരെയൊക്കെ ഇവിടെ ഈ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. IG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഇടപെടൽ, അതായത് സംസ്ഥാന സർക്കാരിനൊപ്പം ജനപ്രതിനിധികളുടെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. ഇനി ഈ അർജുനെ കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനം. വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇനി ഓരോ മണിക്കൂറുകളും. കാരണം ഇന്ന് രാവിലെ 8 മണി വരെ ഇദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. പിന്നീട് ഫോൺ റിങ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഏതായാലും ഉച്ചവരെ കനത്ത മഴയായിരുന്നു. മഴ ഇപ്പോൾ മാറി നിന്നിട്ടുണ്ട്. ഏതായാലും പുഴയിലേക്ക് ഒഴുക്കിൽപ്പെട്ടോ മറ്റോ അപകടം സംഭവിച്ചിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നേവിയുടെ തെരച്ചിലാണ് പുഴയിൽ ലോറിയില്ല എന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വർദ്ധിച്ചിട്ടുണ്ട്. ബൈജു, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ ലോറി കിടക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് വൈകുന്നേരത്തോടെ ആരംഭിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എന്തെങ്കിലും സൂചനകൾ, ഈ വാഹനം എവിടെയുണ്ട് എന്നതിന്റെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല രേണുക, നിലവിൽ വാഹനം എവിടെയുണ്ട് എന്നതിന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. പ്രധാനമായും മെറ്റൽ ഡിറ്റക്ടർ ഒപ്പം സാങ്കേതിക വിദഗ്ധർ, അതായത് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മരം കയറ്റി വരുന്ന ഒരു ലോറി ഏത് രീതിയിലായിരിക്കും അപകടത്തിൽപ്പെടുക തുടങ്ങിയ സാങ്കേതിക വിദഗ്ധരുടെ കൂടിയാലോചന ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതിനനുസരിച്ച് ആ ഇടങ്ങളിൽ മണ്ണ് മാറ്റി ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താനാകുമോ എന്നാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. എന്തായാലും മെറ്റൽ ഡിറ്റക്ടറുകളുടെ സഹായത്തോടെ ലോറിയെ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം. GPS സിഗ്നൽ കൃത്യമായ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ തോതിൽ അപ്പുറം ഇപ്പുറം മാറാം. പക്ഷെ ഈ വലിയൊരു ഇടിഞ്ഞ് വീണതാണ്. അതുകൊണ്ട് തന്നെ ലോറി ഏത് രീതിയിലായിരിക്കും അപകടത്തിൽ പെട്ടിട്ടുണ്ടാവുക എന്നത് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തുന്നുണ്ട്. ആ രീതിയിലുള്ള തെരച്ചിലാണ്. ആ രീതിയിൽ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ നിന്നും മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഏതായാലും അർജുനെ കണ്ടെത്താനാകും, അതായത് ജീവനോട് തന്നെ കണ്ടെത്താനാകും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തിനും ഒപ്പം ബന്ധുക്കൾക്കും ഒക്കെ ഉള്ളത്. ആ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്. ശരി, ബൈജു ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 സംഘം അങ്കോളയിലാണുള്ളത്. അവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഒക്കെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇതുവരെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ രാത്രി മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ശ്രീ മനാഫ്, പ്രതീക്ഷ ഏറെയാണ്. ലോറി പുഴയിലില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ വളരെ വലുതായി തന്നെയുണ്ട്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുമെന്ന വിവരങ്ങൾ വരുന്നു. അത് ആശ്വാസകരമാണോ? അതെ 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 ഇപ്പൊ IG പറഞ്ഞിട്ടുണ്ട് രാത്രി മഴ വരുന്നവരെ എന്തായാലും ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ച് ലോറി എവിടെയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെറ്റൽ ഡിറ്റക്ടറിന് ആകെ 2 ഫൂട്ട് താഴ്ചയുള്ള സാധനം മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അതായിട്ട് ഇവരെല്ലാരും കൂടി ആ മലന്റെ മുകളിൽ കയറിയ ടൈമിന് അതുവരെ ഇല്ലാത്തൊരു കാറ്റും മഴയും വന്നതിനോണ്ട് എല്ലാരും ഇറങ്ങി ഓടി. അതിന്റെ ഇടയിൽ ഒരു നല്ലൊരു വലിയൊരു പീസ് മലന്റെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴോട്ടേക്ക് വന്ന്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അതിന് ട്രൈ ചെയ്തിട്ടില്ല. ഏതാണ്ട് 3 ആൾ പൊക്കത്തിൽ ഈ മണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല റിപ്പോർട്ടുകൾ കൂടുതലുണ്ടാവും. അതെ, 3 ആളുടെ കൂടുതലും പൊക്കത്തിലുണ്ടാവും. ഇപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ കാരണം ആ മണ്ണ് തുടരുതെന്നാണ് ജിയോളജി വിഭാഗം പറഞ്ഞത്.
പിന്നെ എന്നിട്ടും റിസ്ക് എടുത്തിട്ട് ഒരു കേരളത്തിന്റെ ഒക്കെ ഒരു പ്രഷർ കാരണം എന്താണ് മേലേന്ന് ഒരു 12 ഫൂട്ട് ഹൈറ്റില് ജസ്റ്റ് മണ്ണെടുത്ത് നോക്കാന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിന്റെ ഇടയിൽ വണ്ടിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു കുന്നുണ്ട്, ചെറിയൊരു കുന്നുമാതിരി അയക്കിന്. ആ കുന്ന് ഏകദേശം ആ കുന്നാണ് ഇപ്പൊ മണ്ണെടുത്തും കൊടുക്കണേ. ഈ JCB ഒക്കെ ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പാണോ നടക്കുന്നത് അവിടെ? അതെ 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 അതെ. ഇപ്പം ഇതുവരെ ഒരു 3-4 JCB മാത്രം ഉള്ളിടത്ത് ഇപ്പം 7-8 JCB ആയി മാറിക്കുന്നു. അതൊക്കെ ഇപ്പം കേരളത്തിലുള്ള എല്ലാരും കൂടി പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പം വേണ്ടിയ മാതിരി JCB ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. മനാഫ് അല്പം മുമ്പ് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മനാഫൊക്കെ അവിടെ നിന്ന് മാറിയോ? ഇത് ലാൻഡ് സ്ലൈഡിങ് ഇരുടാണ് ഇവിടെ ഫുള്ളായിട്ട്, ഇരുടാണ്, കോട മഞ്ഞാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇടയിൽ ആ ലാൻഡ് സ്ലൈഡിങ് ആവുകയാണെങ്കിൽ കാണാൻ പോലും കഴിയൂലേ. അതുകൊണ്ട് അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞു. മനാഫ് ഇപ്പോ എവിടെയാണുള്ളത്? ഇപ്പൊ SP കൂട്ടിക്കൊണ്ടുപോവാണ് സ്റ്റേഷനിലേക്ക്. ഇതുവരെ ഞങ്ങളെ പരാതി ഇതുവരെ ആരും സ്വീകരിച്ചില്ലേ. ഞങ്ങള് 16-ാം തീയതി മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ് FIR ഇട്ട് ആള് മിസ്സിംഗ് ആണെന്നുള്ള കാര്യ. അതൊന്നും ഇടാന് ഇത്രയും ദിവസം തയ്യാറല്ലേ. ഇനി ഇപ്പം SP എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് FIR ഇടിപ്പിക്കാൻ കൊണ്ടുപോകും. അല്പം മുമ്പ് വരെ മനാഫ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ഇതിൽ ഇപ്പോൾ ലോറിയുടെ ഷേപ്പിൽ ഒരു മൺകൂന എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ട്, അതാകുമോ എന്നത്. അത് IG ഈ JCBന്റെ മുകളില് ഹെഡ് ഉണ്ടല്ലോ, JCBന്റെ ഹെഡിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ JCB ഹെഡ് പൊന്തിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്തതാ. അത് ഈ മൺകൂനയിൽ ഏറ്റവും പൊക്കമുള്ള ഭാഗത്താണോ അതോ പൊക്കം കുറഞ്ഞ? അതെ അതെ, ഏകദേശം ഒരു ചെരിഞ്ഞും കൊണ്ട് ഒരു സാധനം നിക്കണ മാതിരി അവർക്ക് തോന്നുന്നുണ്ട്. അത് അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം നടക്കുന്നത്. അതെ, അത് 2 JCB 2 സൈഡിൽ കൂടി ആയിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ലാസ്റ്റ് ഉള്ള ഇത്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു. മാത്രവുമല്ല കാലാവസ്ഥ ഭയങ്കരാണ്, ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കോടാണ്. മഴപ്പം നിന്നിക്കണ്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു, കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഈ മലന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടാണ് വന്നുകൊണ്ടിരിക്കണേ. വെള്ളം ഭയങ്കര ഫോഴ്സില് വെള്ളം വന്നു. അതന്നെ ചില സ്ഥലത്ത് ഈ ഇപ്പം ഇടിഞ്ഞ മലന്റെ നടുവെന്നൊക്കെയാണ് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പോലീസുകാർക്ക് എല്ലാവർക്കും പേടിയെ. ഇപ്പൊ ഈ മഴ പെയ്യുന്നത് കുറഞ്ഞപ്പോൾ അതിന്റെയും ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനൊന്നും കുറവില്ല. അതും കുറവില്ല. അതേമാതിരി പുഴയിലുള്ള ഒഴുക്കിനും ഒരു കുറവില്ല. പുഴയില് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 10 ഡൈവേഴ്സ് വന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പുഴയിലുള്ള കാര്യം. ഇപ്പോ ഏറ്റവും ഒടുവിൽ ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്? നേവി തെരച്ചിൽ നടത്തിയിരുന്നു നേരത്തെ. നേവി 2 മണിക്കൂർ തെരച്ചിൽ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, നേവിക്ക് ഡൈവേഴ്സിന് അതിലിറങ്ങിയിട്ട് ഒന്നും കാണൂല, ചളിവെള്ളമാണ് മൊത്തം. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയൊഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുമ്പോ തന്നെ പേടിയാവും. കര കവിഞ്ഞിട്ടാണ് ആ പുഴ ഒഴുകണത്. പിന്നെ ഒന്നത്, പിന്നെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ് അതുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫോഴ്സ്. ഓരോ 2 വിഭാഗം ആളുകളുണ്ട്. ഏകദേശം 100 ആളുകൾ ഉണ്ട്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. രാത്രി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. ഇനിയിപ്പോ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് രക്ഷാപ്രവർത്തനം നിർത്തുമോ അതും അറിയില്ല. കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്റ്റേഷന്റെ അവിടെ ഉള്ളത് മുന്നിലുള്ള ഭാര്യ സഹോദരൻ ജിതിൻ അവിടെ ഉണ്ടാ. ജിതിൻ താങ്കൾക്കൊപ്പം ഉണ്ടോ? ഹലോ മാഡം, അർജുന്റെ ഭാര്യ സഹോദരൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ, അദ്ദേഹം താങ്കൾക്കൊപ്പം ഉണ്ടോ? അതെ, ഞങ്ങൾ എല്ലാരും ഒപ്പരാള്.
ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, ഇരുട്ടാണ്. രക്ഷാപ്രവർത്തനത്തിന് പോലും മതിയായിട്ടുള്ള സൗകര്യങ്ങളോ വെട്ടമോ വെളിച്ചമോ ഒന്നും ഇല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഴ അല്പം വിട്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തുടർ മണ്ണിടിച്ചിൽ, മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ കരുതലോടുകൂടിയാണ് രക്ഷാപ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. വളരെ അപകട സാധ്യതയുള്ള മേഖലയായി തന്നെ അവിടം തുടരുകയാണ്. അതൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിന്റെ സമ്മർദ്ദത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ശക്തമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് രാത്രിയും തുടരും. കാലാവസ്ഥ പ്രതികൂലമാകുന്നതുവരെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതുവരെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം FIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നതാണ് മനാഫ് സൂചിപ്പിച്ചത്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, മനാഫ് അല്പം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് ആ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചു. രാത്രി വൈകിയുള്ള രക്ഷാപ്രവർത്തനം എത്രമാത്രം ശ്രമകരമായ ദൗത്യമായിരിക്കും? നമുക്ക് പകൽ ഉള്ള ദൃശ്യങ്ങൾ തന്നെ വരുമ്പോൾ വലിയ ശക്തിയോടെയുള്ള മലവെള്ളപ്പാച്ചിലുണ്ട്. അതൊക്കെ മറികടന്ന്, എന്നുവെച്ചാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ പോലും സ്വന്തം ജീവൻ അപകടത്തിൽ അല്ലെങ്കിൽ ആ നിലയിൽ പണയം വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ രാത്രി അത് തുടരുക എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ്? തീർച്ചയായും രേണുക, ആ രീതിയിൽ ഊർജിതമായ ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. രാവിലെ വരെ തുടരും സാധ്യത എന്നാണ് പറയുന്നത്. ഏതായാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും വലിയ തോതിലുള്ള ഈ മണ്ണിടിച്ചിൽ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് നിന്നും ഇപ്പോൾ മുഴുവൻ ആളുകളെയും ഈ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏത് സമയത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ സമ്മർദ്ദം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള വലിയ സമ്മർദ്ദം രാവിലെ മുതൽ ഉണ്ടായത് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഈ രാത്രിയിലും തുടരാൻ തീരുമാനമെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് രക്ഷാപ്രവർത്തനം ഇവർ നിർത്തിവെച്ചതാണ്. പിന്നീടാണ് ഇത്തരത്തിൽ കോഴിക്കോട്, അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു ലോറി ഡ്രൈവറും ഇത്തരത്തിൽ അകപ്പെട്ടു എന്ന വിവരവും തുടർന്ന് ഇന്ന് രാവിലെ ജനപ്രതിനിധികളുടെ ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ആ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് ആ സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന കാര്യങ്ങൾ നടക്കുന്നത്. മണ്ണ് നീക്കം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഏതായാലും ഇന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബന്ധുക്കളും ഒപ്പം നേരത്തെ പറഞ്ഞ ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഏതായാലും അർജുനെ കണ്ടേ ഇവർ തിരിച്ചു പോകൂ എന്ന നേരത്തെ തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ സംഭവം സ്ഥലത്ത് നിന്നും എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ചെറിയ തോതിലുള്ള മണ്ണ് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപകട ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ആളുകളെയും മാറ്റിയത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. IG ഉൾപ്പെടെ ഉള്ളവർ കാണാൻ സാധ്യതയുണ്ട്, മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് വിശദീകരിച്ചത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. രേണുക, ശരി, എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി ഇപ്പോൾ നടക്കുന്നു. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. അർജുനായി കുടുംബാംഗങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ്. അതേ പ്രാർത്ഥന ഓരോരുത്തരുടെ മനസ്സിലുമുണ്ട്. ഏതായാലും വൈകിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എങ്കിൽ പോലും ഇപ്പോൾ വളരെ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടക്കുന്നു. അത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. KV ബൈജു ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ക്ഷേത്ര ഓഫീസിലെ ചിക്കൻ ബിരിയാണി സൽക്കാരത്തെ തുടർന്ന് സസ്യേതര ഭക്ഷണങ്ങൾ വിലക്കി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മതിലകം ഓഫീസ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിലായിരുന്നു ബിരിയാണി സൽക്കാരം. സൽക്കാരത്തിന് നേതൃത്വം നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് ആരോപണം. BV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഉയരുന്ന പരാതി? രേണുക, ഒരാഴ്ച മുൻപായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിലായിരുന്നു ബിരിയാണി സൽക്കാരം. ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്: എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്രൈവറുടെ മകന് ജോലി ലഭിച്ചു. ഈ ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ബിരിയാണി സൽക്കാരം നടത്തിയെന്നാണ്. അവിടെയാണ് ഈ ഗുരുതരമായ ആരോപണം വരുന്നത്. ക്ഷേത്രവുമായി വളരെ ചേർന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറാണ്
ഇവിടെ ഈ ആളുകൾ റെസിപ്റ്റ് ഉൾപ്പെടെ എഴുതാൻ വരുന്ന ഒരു ഓഫീസാണ്. ഇങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ഓഫീസിൽ നിന്ന് റെസിപ്റ്റ് എഴുതി അതിനകത്തേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ ഇവിടുത്തെ കടലാസുകൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ ഫയലുകളും മറ്റു കാര്യങ്ങളുമൊക്കെയും ക്ഷേത്രത്തിനുള്ളിലേക്കും പുറത്തേക്കുമൊക്കെയും വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ബിരിയാണി സൽക്കാരം നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഹിന്ദു ഐക്യവേദിയുടെയും അതോടൊപ്പം തന്നെ കർമ്മചാരി സംഘത്തിന്റെയും ഒക്കെയും ആരോപണങ്ങൾ, അവരുടെ പ്രതിഷേധം, ഈ ക്ഷേത്ര പരിസരത്ത് സമരം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ മതിലകം ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. സസ്യേതര വസ്തുക്കളും ലഹരി വസ്തുക്കളും ക്ഷേത്രവുമായി ചേർന്ന ഓഫീസുകളിൽ പാടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഈ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് ആരോപണവും നേരത്തെ ഉയർന്നു വന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുക എന്ന ആവശ്യവുമായാണ് സമരക്കാർ ഇപ്പോൾ ഈ പ്രക്ഷോഭ രംഗത്തുള്ളത്. രേണുക. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസ് ന്യൂസ് 8 പറഞ്ഞു. ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് DC, അവിടുത്തെ കാർവാർ ജില്ലാ കളക്ടറാണ്, ശ്രീമതി ലക്ഷ്മി പ്രിയ. നമ്മള് കൂടുതലും ഇവിടെ നിന്ന് അധികമായി എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ നേരിട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു. അവിടുന്ന് അവര് നമ്മളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് അധികമായ ഒരു NDRF ടീമിനെയും കൂടി അവിടെ വിടാം എന്ന് പറയുകയും അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘവും കൂടി അവിടേക്ക് ചെല്ലും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാൽ ഈ മണ്ണിനുള്ളിൽ ഈ വാഹനമുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിക്കും. അവിടുത്തെ സാഹചര്യം, ഞാൻ ഈ വഴിയിലൂടെ മെയ് മാസത്തിൽ സഞ്ചരിച്ചതാണ്. ദേശീയ പാത അതോറിറ്റി അവിടെ ഈ മണ്ണ് ചെത്തി വെച്ചിരിക്കുന്നത് വളരെ അപകടകരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനി എന്തെങ്കിലും ഇടപെട്ട് നമ്മൾ മണ്ണ് മാറ്റുകയോ മറ്റും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇടിഞ്ഞു വരുവാണ്. രണ്ടാമത് നിങ്ങളുടെ തന്നെ ടി വി ചാനലിൽ ഇപ്പോൾ കാണാം, ഈ പുഴ ഒന്ന് വളഞ്ഞൊഴുകുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ആ ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ സൈഡിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ, പുഴയുടെ സൈഡിലേക്ക് കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് വീണ്ടും ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഉണ്ടായില്ല. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. എറണാകുളം മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. വയനാട്ടിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി മുന്നറിയിപ്പുണ്ട്. 2 ആഴ്ച കൂടി അങ്ങനെയെങ്കിൽ മഴ തുടരുമെന്നും അറിയിപ്പുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്ത് ഒരു ന്യൂനമർദ്ദം 19-ാം തീയതി രൂപപ്പെടുമെന്നും ആഗസ്റ്റ് 3 വരെ മഴയുടെ സാഹചര്യം ഉണ്ടാകുമെന്നും നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ന്യൂനമർദ്ദം ഇതിനകം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രയാസം കൂടി ഉണ്ടാകുന്നത്, വടക്കൻ കേരളത്തിന്റെ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പുതിയതായി ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ 2 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 3 വരെ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണൂർ ചെറുപുഴയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിച്ച് അഗ്നിരക്ഷാസേന. കൈക്കുഞ്ഞടക്കമുള്ള കുടുംബത്തെയാണ് സാഹസികമായി രക്ഷിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. 25 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിലാണ് 2 വീതം ക്യാമ്പുകൾ തുറന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും തുടങ്ങി.
സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് അധികൃതർ ഉറപ്പുകൊടുത്ത സാഹചര്യത്തിൽ നിലമ്പൂർ നാരങ്ങാപ്പൊയിൽ മേഖലയിലെ ആദിവാസികളും പോത്തുകല്ല് പഞ്ചായത്തിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള ചെലവ് കണക്കാക്കി റിപ്പോർട്ട് നൽകാൻ കളക്ടർ നിർദ്ദേശിച്ചു. സർക്കാർ തീരുമാനം അംഗീകരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറാനും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനും ആദിവാസികളും സമ്മതിച്ചു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രദേശത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാമെന്ന് തഹസിൽദാർ ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ 2 ദിവസമായി നടന്നിരുന്ന സമരം നിർത്തിവെക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഉണ്ണേട്ട, എന്ത് സാഹചര്യത്തിലാണ് നമ്മൾ സമരം തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ച ഇപ്പോൾ ITDP പിന്നെ വില്ലേജ് ഓഫീസറും ഇവരൊക്കെ വന്ന് ഞങ്ങളോട് ആദ്യം എന്നെ വിളിച്ച് ഒരു റൂമിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്, അവർ താഴത്ത് ഇരിക്കുന്നുണ്ട്, അവരെ കൂടി വിളിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചാനലുകാരെ മുന്നിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമല്ല, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, റൂമിലിരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് അവരെ അടുത്ത് പോയി ചാനലുകാരെ മുന്നിൽ നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ ഭിത്തി കെട്ടാം, സംരക്ഷിക്കാം, പിന്നെ വീടിന്റെ കാര്യങ്ങൾ നിർമ്മിക്കാൻ ഉള്ള പദ്ധതി അത് എത്രയും എസ്റ്റിമേറ്റ് കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ വീണ്ടും സമരക്കാരും ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും സമരക്കാരും. അതാണ് അവർക്ക് നൽകിയ ഉറപ്പ്. അതായത് കളക്ടർക്ക് 25 ലക്ഷം രൂപ വരെ ചെലവുള്ള നിർമ്മാണങ്ങൾക്ക് മാത്രമേ അനുമതി കൊടുക്കാൻ കഴിയൂ. അതിന് മുകളിലേക്ക് പ്ലാനിംഗ് ഓഫീസറുടെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സാവകാശം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് തഹസിൽദാർ ഉറപ്പ് കൊടുത്തത്? പരിഗണിക്കാം തന്നെയാണ് അല്ലേ? അതെ. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് വീടിന് ഭീഷണിയായി നിൽക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകാമെന്നും, രണ്ടാമത്തേതായി 4 വീടുകളാണ് അവിടെ പിന്നെ താമസയോഗ്യമല്ലാത്ത രീതിയിൽ ഉള്ളത്. ആ വീടുകൾ പുനർനിർമ്മിച്ച് നൽകാമെന്നും ഇതിൽ സാധ്യമല്ലെങ്കിൽ അവർക്ക് മറ്റു സ്ഥലത്ത് വീടും സ്ഥലവും അനുവദിക്കാമെന്നും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് തഹസിൽദാർ അറിയിച്ചിട്ടുള്ളത്. ഇല്ല, അത് പ്രൊട്ടക്ഷൻ വാൾ അറിയാലോ, കുറച്ച് സമയമെടുക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ പ്രൊസീജിയർ സ്പീഡപ്പ് ആക്കി തന്നെ ചെയ്യാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഒരു ഇഴഞ്ഞ രീതിയിൽ, കാരണം ആ രീതിയിലുള്ള ഒരു ഇതല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരമുറ സ്വീകരിച്ചപ്പോൾ ഇവരെ കൂടെ നിൽക്കേണ്ടി വന്നത്. എത്രയും പെട്ടെന്ന് തന്നെ, കാരണം അടുത്ത ഒരു വർഷക്കാലം ആകുമ്പോഴേക്കും അവർക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ വാളിന്റെ ഈ ഒരു ആനുകൂല്യം ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. തീർച്ചയായും ഇതിനൊരു ഫോളോ അപ്പ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വർഷത്തെ ഒരു വലിയ ആശങ്കയ്ക്ക് താൽക്കാലികമായ പരിഹാരം ലഭിച്ചു. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതാണ് സമരം ചെയ്തവർക്കും അതിന് നേതൃത്വം കൊടുത്തവർക്കും ഒക്കെ പങ്കുവെക്കാനുള്ളത്. കാരണം 3 വർഷമായി ഇവർ നേരിട്ടിരുന്ന വലിയ ആശങ്കയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ആ ഒരു മൺതിട്ടയ്ക്ക് താഴെയായിരുന്നു ആ 3 വീടുകൾ ഉണ്ടായിരുന്നത്. അതിന് ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് അവരുടെ വീടുകൾ സുരക്ഷിതമാക്കണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ ചെലവ് പഞ്ചായത്തിന് മാത്രം വഹിക്കാൻ കഴിയാത്തതായതുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഇവരുടെ സമരം പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണെങ്കിലും കളക്ടർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ നടപടികൾ ആരംഭിക്കുന്ന ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സമാധാനപരമായിട്ട് പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശക്തമായ മഴയിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ അടക്കമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി കരുണാപുരത്ത് മരം വീണ് വീട് തകർന്നു. വീട്ടുടമ ഇസ്മായിലിന്റെ ഭാര്യ അൽസൽനയ്ക്ക് നിസാര പരിക്കേറ്റു. മരം വീണതിനെ തുടർന്ന് ഷീറ്റ് പൊട്ടി അൽസൽനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അപകടം. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് മുക്കത്തെ അഗസ്ത്യമൂഴി കൈതപ്പുഴയിൽ റോഡ് വിണ്ടുകീറി. ആദ്യഘട്ടം ടാറിംഗ് പൂർത്തീകരിച്ച റോഡാണ് 30 മീറ്ററോളം വിണ്ടുകീറിയത്. വിണ്ടുകീറിയ ഭാഗം കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി താൽക്കാലികമായി എമൽഷൻ പ്ലാസ്റ്റർ ഉപയോഗിച്ച് അടച്ചു. തിരുവനന്തപുരം മര്യനാട് കടലിൽ വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. മര്യനാട് സ്വദേശി സേവ്യറാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. വൈകുന്നേരം 5:30 മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. ജോൺസൺ, അനീഷ്, വിനോദ് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജോൺസൺ, അനീഷ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജോൺസന്റെ പരിക്ക് ഗുരുതരമാണ്. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു ആണ് മരിച്ചത്. ഇന്നലെയാണ് പനിബാധിതനായ ലിയോണിനെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. H1N1 പോസിറ്റീവായിരുന്നുവെന്ന് ആശുപത്രി സ്ഥിരീകരിച്ചു. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്.
എറണാകുളത്ത് H1N1 ബാധയെ തുടർന്ന് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു ആണ് മരിച്ചത്. ഇന്നലെയാണ് H1N1 ബാധയെ തുടർന്ന് ലിയോൺ ലിബുവിനെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത്. കഴിഞ്ഞ 4 ദിവസമായി കുട്ടിക്ക് പനി ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. മലപ്പുറത്തും കഴിഞ്ഞ ദിവസം 47-കാരി H1N1 ബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയിരുന്നു. സംസ്ഥാനത്താകെ ഇത്തരത്തിൽ H1N1 ബാധിതർ ഏറുന്നതും അതേ തുടർന്നുള്ള മരണമുണ്ടാകുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ജില്ലയിൽ മലമ്പനി ബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ 2009-ലാണ് H1N1-നെ ഉൾപ്പെടുത്തുന്നത്. സ്വൈൻ ഫ്ലൂ, H1N1, പന്നിപ്പനി എന്നുള്ള വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിലും പന്നികളിലേക്ക് വ്യാപകമാകുന്ന ഒരു വൈറസാണ്, അതായത് RNA വിഭാഗത്തിലുള്ള വൈറസാണ് H1N1 രോഗബാധയ്ക്ക് കാരണമാകുന്നത്. മനുഷ്യരിലേക്ക് ഇത് വരുമ്പോൾ കൂടുതൽ ശ്വാസകോശത്തിലേക്കാണ് ഈ രോഗത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ കൂടുതൽ ബാധയുണ്ടാകുന്നത്. മാത്രമല്ല വായുവിൽ കൂടിയാണ് രോഗം പടരുന്നത്. എന്തായാലും ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ, മഴക്കാലത്തെ തുടർന്നുണ്ടായ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ H1N1 കൂടി പടർന്ന് വ്യാപകമാകുന്നത് സംസ്ഥാനത്തിനാകെ ആശങ്കയുണ്ടാക്കുകയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തനം നിലച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധി തുടരുന്നു. ബാങ്കിംഗ്, ഓഹരി, വിമാന സർവീസ് ഉൾപ്പെടെ നിരവധി മേഖലകളെ ഇത് ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കി. 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ. ചാൻസലറുടെ ഉത്തരവിന് 1 മാസത്തേക്കാണ് ഹൈക്കോടതിയുടെ വിലക്ക്. സർവകലാശാലകളിലെ VC നിയമനത്തെ തുടർന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ, പ്രത്യേകിച്ച് 3 സർവകലാശാലകളിലേക്കുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നീക്കത്തെ ഹൈക്കോടതി തടഞ്ഞു. കേരള സർവകലാശാല, MG സർവകലാശാല, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞത്. 1 മാസത്തേക്കാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരുമായി ആലോചിക്കാതെ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്താതെ ഗവർണറുടെ പ്രതിനിധികളും അതുപോലെ തന്നെ UGC പ്രതിനിധികളും മാത്രമാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് സർവകലാശാലയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധിയുണ്ടായിരുന്നു. സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫിഷറീസ് സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഗവർണറുടെ നീക്കത്തെയും തൽക്കാലത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗവർണർ 4 സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി വിലക്കിയിട്ടുള്ളത്. 1 മാസത്തേക്കാണ് വിലക്കുള്ളത്. പക്ഷേ ഈ വിലക്ക് നീങ്ങുന്നതുവരെ ഇക്കാര്യത്തിൽ താൻ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റു ഔദ്യോഗികമായ കാര്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നും ചാൻസലറായ ഗവർണർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. സുഭാഷിനെ മാറ്റി. RSS ഉത്തര കേരള സഹസമ്പർക്ക പ്രമുഖായാണ് പുതിയ ചുമതല. സുഭാഷിന് പകരം BJPയിലേക്ക് പുതിയ സംഘടനാ സെക്രട്ടറിയെ RSS നൽകിയിട്ടില്ല. BJP RSS അകൽച്ചയുടെ ഭാഗമായാണ് സംഘടനാ സെക്രട്ടറിയെ പിൻവലിച്ചത് എന്നാണ് വിലയിരുത്തൽ. ദേശീയതലത്തിൽ തന്നെ RSS BJP അകൽച്ച നിലനിൽക്കുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് JP നദ്ദ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. RSS ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സംഘടനാശേഷി BJPക്കുണ്ടെന്നായിരുന്നു നദ്ദയുടെ പരാമർശം. നേതാക്കൾക്ക് ധാർഷ്ട്യം പാടില്ലെന്ന് മോഹൻ ഭാഗവത് വിമർശനമായി രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ NDA യോഗം തൃശൂരിൽ ചേർന്നു. കേരളത്തിലെ NDAയുടെ മുന്നേറ്റം യോഗം വിലയിരുത്തിയെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. ഉപതെരഞ്ഞെടുപ്പുകൾക്കായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കേരളത്തിൽ SNDP പോലുള്ള സാമുദായിക സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും LDF ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതൃയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഒരു വിശ്വാസയോഗ്യമായ 3ാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും LDFും UDFും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി NDA മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി.
NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു. NDA വിപുലീകരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ യോഗം ആസൂത്രണം ചെയ്തു. LDFും UDFും വിചാരിച്ചാൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. സാമുദായിക സംഘടനകളെ ഒറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തെ യോജിച്ചു നേരിടും. അത് SNDP ആയാലും മറ്റ് ഹിന്ദു സമുദായങ്ങളിലെ ദുർബല ജനവിഭാഗങ്ങളായാലും ചില ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തെ നേരിടാൻ NDA തീരുമാനിച്ചു. ഇത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു തരത്തിലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുക, വിശാലമായി ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഇന്ന് ഈ NDA യോഗത്തിന് മുന്നിലുള്ളത്. ഒപ്പം തന്നെയും തൃശ്ശൂരിൽ നേടിയ ആധികാരികമായ വിജയം, അത് ആവേശത്തിനൊപ്പം തന്നെ അത് ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കുക, അത് അത്തരമൊരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് BJPയും NDAയും എല്ലാം തന്നെ യോഗത്തിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നേതൃയോഗമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലെ വിജയം അത് NDAയുടെ ആശയങ്ങൾക്ക് കുറെ കൂടി ബലം നൽകുന്നതാണ്. അതിന് കുറച്ചുകൂടി പ്രചാരത്തിന് സ്വീകാര്യത ലഭിച്ചു എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ തൃശ്ശൂരിൽ വിജയം നേടിയതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിന്റെ ഒരു തട്ടകം എന്നത് തൃശ്ശൂർ തന്നെയാകുന്നതും കൂടുതൽ ചർച്ചകൾ അവിടെ വെച്ചാകുന്നതും മുന്നോട്ടുള്ള രീതികൾ അതിലെ കൂട്ടിച്ചേർക്കലുകൾ വേണമോ, NDAയിലേക്ക് പുതിയ ആളുകളെ സ്വീകരിക്കുക, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് NDAയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശാല ചർച്ച എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗം കൊണ്ട് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAയ്ക്ക് തൃശ്ശൂരിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ഗണ്യമായ രീതിയിലേക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞതായാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലായി കരുതുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളുണ്ടാകും. പ്രധാനമായും തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്കും NDAയ്ക്കും എല്ലാം പലയിടങ്ങളിലും നിർണായകമായ സാന്നിധ്യമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോകുന്നതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശാലമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, NDAയ്ക്ക് അതിനിർണായകമാണ്. കാരണം കൂട്ടുകെട്ടലുകളുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നതിന് ഭരണത്തിലേക്ക് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തന്നെ ഭരണത്തിലേക്ക് അടക്കം എത്തുന്നതിന് സാധിക്കണമെന്ന ഒരു അജണ്ടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇന്ന് തന്നെ ഉണ്ടാകും. അതിന്റെ ഒരു സ്ട്രാറ്റജി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം അതിനുശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പും പിന്നീട് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെയും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതിന് ഈ സഖ്യം ഏതൊക്കെ രീതിയിലേക്ക് പ്രയോജനപ്പെടുത്തുക, ഏതൊക്കെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശാലമായിട്ട് തന്നെ യോഗം ചർച്ച ചെയ്യും. ഒപ്പം ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ അത് തുറന്നു കാണിക്കുന്നതിന് സമരമുഖങ്ങൾ തുറക്കുക എന്നതുകൂടി NDAയുടെ ഈ യോഗം കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇടവേള. ഇതിലേക്ക് ഈ മണ്ണ് മാറ്റി എടുക്കാൻ നോക്കുന്നത്. അവർ മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. നല്ല മഴയും ആ പ്രദേശത്തുണ്ട്. ഇതുകൊണ്ടാണ് അവർ സാവധാനത്തിൽ അവരുടെ പണിയെടുക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അപകടം ഉണ്ടാകാത്ത സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. വിവരങ്ങളുമായി കർണാടകത്തിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, 72 മണിക്കൂർ പൂർണ്ണമാകുമ്പോഴും എവിടെയാണ് അർജുൻ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. തെരച്ചിൽ ഇന്നത്തെ തെരച്ചിൽ 6 മണിയോടുകൂടി അവസാനിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലാണോ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരം എന്താണ്?
അപർണ, തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്, ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല. അതിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വിവരം, ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അത് വെച്ചുള്ള പരിശോധനയാണ്, തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും മറ്റൊരു കാര്യത്തിലും സ്ഥിരീകരണം വന്നു. അതായത് ലോറി പുഴയിലേക്ക് ഏതായാലും ഒഴുക്കിൽപ്പെട്ടിട്ടില്ല. അത് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ നേവിയുടെ സംഘം, ഈ വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ്, എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നടത്തിയ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറിയെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ലോറി പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുപോലെ തന്നെ മണ്ണിനടിയിൽ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ മെറ്റൽ ഡിറ്റക്ടറിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കി. കൊച്ചിയിൽ പരസ്യ ലഹരി വിൽപ്പനയെന്ന് തുറന്നു പറഞ്ഞ മോഡൽ അൽക്ക ബോണി. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവും ലഹരി ഇടപാടിന്റെ പ്രധാന കേന്ദ്രങ്ങളെന്ന് അൽക്ക വെളിപ്പെടുത്തി. താൻ 3 വർഷമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെ ലഹരി ഉപയോഗം നിർത്തിയെന്നും അൽക്ക ബോണി ന്യൂസ് 18നോട് പറഞ്ഞു. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളതാണോ? എത്ര വർഷമായിട്ട് അൽക്ക ബോണി? ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ, ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിംഗ് വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗിന് ഇറങ്ങിയിട്ട് 6 വർഷമായി, 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ MDMA. അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തായിരുന്നു ഒരു ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. ഓഫ് കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ളത്. ഫ്ളാറ്റിൽ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസിന്റെ പരിശോധന നടന്നത്. കൊക്കൈൻ എത്തിച്ചത് സുഹൃത്തായ യുവാവെന്നും ലഹരി കൊണ്ടുവന്ന യുവാവിനെക്കുറിച്ച് വിവരം നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തില്ല എന്നും അൽക്ക ബോണി പറഞ്ഞു. മെയ് 17-ന് അൽക്ക ബോണി ഉൾപ്പെടെ 6 പേരെയാണ് എളമക്കര പോലീസ് പിടികൂടിയത്. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്ക ബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. അൽക്ക ബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു. യൂസ് ചെയ്യാറ് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18-നായിരുന്നു ബർത്ത്ഡേ. മെയ് 18-നാണ് ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചില സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്? അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അതെന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം എന്റെ കയ്യിലുള്ള അവന്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതെ. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. അതെ. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്ക ബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. എന്റെ അറിവിലിരിക്കുന്നു അറിയില്ല. ഇതൊക്കെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴോ? നിർത്തി. എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു, ഒരു 1 week 2 week ഒക്കെ. ബട്ട് അപ്പോഴേക്കും ഇതിനകത്തിട്ടു. ഇനിയിപ്പോ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല.
കൊച്ചിയിലെ മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നിയമവിരുദ്ധ ഇടപാടുകൾ നടക്കുന്നുണ്ട്. നിരവധി പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ മോഡലിംഗ് കമ്പനികൾ ശ്രമിക്കുന്നു. കൊച്ചിയിലെ മോഡലുകളിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ബംഗളൂരുവിലും മുംബൈയിലും ഉള്ളതിനേക്കാൾ കൊച്ചിയിലാണ് ലഹരി ഇടപാട് നടക്കുന്നതെന്നും അൽക്കാബോണി പറഞ്ഞു. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല, പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇത് ബാംഗ്ലൂരേക്കാളും. അതെ, അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും. കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ആരുടെ അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്തതാണെന്നൊക്കെ. നൈസായിട്ട് പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്കിങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അതെ, അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് പറയുന്നതൊക്കെ കേട്ടുപോയി ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാനുണ്ട്. ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുവോ 0.5 വേണം വേണം വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം. യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോന്ന്? അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല, ദേ ആർ വെരി വിജിലന്റ്, ദേ ആർ വെരി കണ്ണിങ് ദ ബോയ്സ്. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ 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 പോകും. പ്രധാനമായിട്ട് ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാബോണിനെ പിടിച്ച ഫ്ളാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കൈൻ കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പനയുണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. പക്ഷെ എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അതെനിക്കറിയില്ല. അൽക്കാബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ ഉണ്ട്? അവരുപയോഗിക്കും. ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രണ്ടുമുണ്ട്. ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന വാർത്ത അതീവ പ്രാധാന്യത്തോടെ എക്സൈസ് വകുപ്പ് പരിഗണിക്കുന്നതായി എക്സൈസ് മന്ത്രി MP രാജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. എക്സൈസ് കമ്മീഷണറോട് സംഭവം വിശദമായി അന്വേഷിക്കാൻ ആവശ്യപ്പെടും, കർശന നടപടിയുണ്ടാകുമെന്നും MP രാജേഷ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. സമൂഹത്തിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കുന്നതിന് ഉദ്യോഗസ്ഥരോ ഭരണ സംവിധാനങ്ങളോ മാത്രം വിചാരിച്ചാൽ പോരെന്നും അതിനായി സാമൂഹിക മുന്നേറ്റം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ഇതനുസരിച്ച് അത് അന്വേഷിക്കാൻ എക്സൈസ് കമ്മീഷണറോട് നിർദ്ദേശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഏത് കാര്യവും ശ്രദ്ധയിൽ വരുമ്പോൾ ശക്തമായിട്ടുള്ള നടപടികൾ എക്സൈസ് സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല, എക്സൈസ് ഒരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും, ഏതൊരാൾക്കും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇക്കാര്യം പറയുന്നത്, ഇതിലേക്ക് വിവരങ്ങൾ അയക്കുന്നത് എന്ന് അറിയില്ല. ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിയാത്ത തരത്തിൽ തന്നെ, ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ധാരാളം വിവരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിന്റെ മുകളിലെല്ലാം എക്സൈസ് നടപടിയും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാനും അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം പാസാക്കി. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും തീരുമാനമായി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നമ്മുടെ ഈ ജോയിയുടെ മാതാവിന് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും തദ്ദേശ വകുപ്പ് മന്ത്രിയെയും അറിയിച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ നഗരസഭ പ്രിയപ്പെട്ട ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു നൽകും എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് കൌൺസിൽ പാസാക്കിയതിനെ തുടർന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അനുമതി തേടിക്കൊണ്ട്, സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിക്കൊണ്ട് പ്രിയപ്പെട്ട ജോയിയുടെ കുടുംബത്തിന്, മാതാവിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള സർക്കാർ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇന്നത്തെ കൌൺസിൽ യോഗത്തിന്റെ തീരുമാനം സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ അറ്റാദായം 12% വർദ്ധിച്ച് 5,445 കോടി രൂപയായി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദ കണക്കാണിത്. വരുമാനം 10% വർദ്ധിച്ച് 26,478 കോടി രൂപയായി. 2024 ജൂണിൽ അവസാനിച്ച പാദത്തിൽ അറ്റാദായത്തിൽ റിലയൻസ് ജിയോ ഇൻഫോകോം 2.02% ത്രൈമാസിക വർധന രേഖപ്പെടുത്തി. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടെലികോം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 26,478 കോടി രൂപയായി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,785 രൂപ, പവൻ 54,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,660 രൂപ, പവന് 45,280 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ആണ് കണ്ടത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.